ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2046. ഇന്ന് ഓഗസ്റ്റ് മാസം 7-ാം തീയതി 219-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണാതെ പോയ ആടിന്റെ കഥ യേശു പറയുന്നുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലും ഇതേ ഉപമ നമുക്ക് വായിച്ചു കിട്ടുന്നുണ്ട്. ഏറെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരുപാട് ഓരോരുത്തരും കേട്ടിട്ടുമുണ്ട്. അതൊന്നുമല്ല പറയാനായിട്ട് ഈ നല്ല പുലരിയിൽ ആഗ്രഹിക്കുന്നത്. 100 ആടുകളുള്ള ഒരു ഇടയനെയാണ് പരിചയപ്പെടുത്തുന്നത്. എപ്പോഴോ അതിൽ ഒരെണ്ണം ഒപ്പമില്ല, കൂടെയില്ല എന്ന് കണ്ടെത്തുന്നു, തിരിച്ചറിയുന്നു. അതോടുകൂടി മൊത്തത്തിൽ താളം തെറ്റുകയാണ് ഇടയൻ്റെ. ആ നഷ്ടപ്പെട്ടതിലേക്ക് അയാൾക്ക് എത്തിയേ മതിയാവും. ഒപ്പമുള്ള അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, നീതിമാന്മാരായ 99, നല്ലവരായ 99, നേർവഴിക്ക് പോകുന്ന 99-നേക്കാളും എന്തുകൊണ്ടോ അപ്പോ വഴിതെറ്റി എവിടെയോ കുരുങ്ങിക്കിടക്കുന്ന, ഏതോ കുടുക്കിലാകപ്പെട്ട ഒന്നിനെക്കുറിച്ച് കുറെ കൂടി ആകുലതയുണ്ടാകുന്നു. ആ ഒരു വിചാരവും വ്യാകുലതയുമൊക്കെ ഒരു അനുകമ്പയായിട്ട് മാറുന്നു. അതൊരു അന്വേഷണമായി രൂപാന്തരപ്പെടുന്നു. 99-നെ മരുഭൂമിയിൽ വിട്ടിട്ട് പോയെന്നാ പറയാ. അതും ഒരു ഉറപ്പാകട്ടോ, അവർ അവരുടെ കാര്യം നോക്കിക്കൊള്ളൂ. അവർക്ക് നീതിയെക്കുറിച്ച്, ന്യായത്തെക്കുറിച്ച് നല്ല അവബോധമുണ്ട്, പ്രകാശമുണ്ട്, നന്മ തിന്മകളെക്കുറിച്ച് ധാരണയുണ്ട്. ഈ ഒരു പ്രകാശം മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കെട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്, മങ്ങിപ്പോകാനായിട്ട്. എപ്പോഴും അതങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഒന്നൊന്നുമല്ല. അങ്ങനെ മങ്ങിപ്പോവുകയോ കെട്ടുപോവുകയോ ചെയ്യുമ്പോൾ നന്മയേത് തിന്മയേത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാതെ പോകും. അവിടെയാണല്ലോ സാധാരണ മനുഷ്യ ജീവിതത്തിൽ ഇടർച്ചകൾ ആരംഭിക്കുന്നതും സംഭവിക്കുന്നതുമൊക്കെ. അങ്ങനെയാണ് ഇടയന്റെ ആല, തൻ്റെ കൂട്, തൻ്റെ ഇടം മറന്നുപോയ, ആ സന്ധ്യയ്ക്ക് മുമ്പ് മടങ്ങി വരാൻ കഴിയാതെ പോയ ആടിന്റെ അവസ്ഥ. അതിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. അതിനെ ശാസിക്കാനല്ല, അതിനെ ശിക്ഷിക്കാനല്ല, അതിനെ പരിഹസിക്കാനുമല്ല, അതിനെ കണ്ടെത്തി തോളിലെടുത്ത് മടങ്ങി വന്ന് 99-ന്റെ കൂട്ടത്തിലേക്ക് ആക്കാനാണ്. ആ ഒരു ഇടയനെ കുറെ കൂടി നമുക്ക് ഒന്ന് സ്നേഹിച്ച് തുടങ്ങേണ്ടതാണ്. ആ ഒരു ഇടയനുമായിട്ട് കുറെ കൂടി ഒരു ആത്മബന്ധം ഓരോരുത്തരും രൂപപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ഇടറിപ്പോയ ഒന്നിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അത്യപൂർവമായ ഒരു ഇടയൻ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു വ്യാകുലതയും ആകുലതയും അന്വേഷണവും അതിനുവേണ്ട അനുകമ്പയും ഒക്കെ ഉണ്ടാവണം. ആരെ ഓർത്താണ്? ആരെക്കുറിച്ചാണ്? അകന്നുപോയവരെ കുറിച്ചും ഇടറിപ്പോയവരെ കുറിച്ചുമൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇടയനോട് കുറെ കൂടി താതാത്മ്യം പ്രാപിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.